ഹലോ, ഞാനിത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് കറിയാണ് കേട്ടോ. കോക്കനട്ട് മിൽക്കോ ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഫിഷ് കറിയാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്യുക. കൂടെ പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഇടക്ക് നമുക്ക് ചെറിയതായിട്ട് ഒരു ബൗളില് 2-3 കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഈ മസാല ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ആദ്യമേ ഈ പുളിയും വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ പുളിയും വെള്ളവും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് ഒരു 1-2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചാറ് എന്തോരം വേണോ അതിനേക്കാളും ഒരു ഇച്ചിരി കൂടി കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം ആഡ് ചെയ്യുന്നത് നമ്മുടെ മീൻകറി ഒന്ന് വറ്റി വരുമ്പോഴേക്കും കറക്റ്റ് പാകത്തിന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിന്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഏത് ഫിഷ് വേണമെങ്കിലും ഇടാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് കേര ഫിഷ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോക്കനട്ട് മിൽക്ക് ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തരുന്നത് കേരമീനായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വറ്റിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേയിൽ ഒരു ലുക്ക് വരുന്നത്. ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിന് ശേഷം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടും വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് ദിവസം ഉണ്ടാക്കി അന്നത്തെ ഒരു കറിയുടെ ഒരു ലുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിപ്പോ ഇതൊക്കെ പുളി പിടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ട് ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് രണ്ടാമത്തെ ദിവസം എടുത്തപ്പോൾ ഉള്ള ലുക്കാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നന്നായിട്ട് കുറുകി ആ മീനിന്റെ പീസിൽ വരെയും ആ ഒരു കൊടംപുളിയുടെ കളറും ടേസ്റ്റും ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ദിവസം എടുക്കുമ്പോഴാട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയൂ.